1989 ശേഷം അവർക്ക് ഒരുപാട് ആദർശ വ്യതിയാനങ്ങൾ ഉണ്ടായി. അന്നുള്ളിടത്തല്ല അവർ എന്ന് ഏതോ ഒരു മുസ്ലിയാർ പറഞ്ഞു. അത് ഏത് മുസ്ലിയാർ പറഞ്ഞാലും സത്യമാണ്, സത്യമായ വാക്കാര് പറഞ്ഞാലും സത്യമാണ്. എന്നിട്ട് അയാൾ പറയാ, ഞങ്ങൾ 89 എവിടെയാണോ ഉള്ളത് ആ നൃത്തം തന്നെ അങ്ങനെ തന്നെ നിൽക്കുകയാണ്. ഞങ്ങൾ ഇ.കെ. ഉസ്താദിൽ നിന്ന് വേർപിരിഞ്ഞു പോകുന്നതിന് ശേഷം ഒരു പുരോഗതി ഉണ്ടായിട്ടില്ല. ആ നൃത്തം തന്നെയാണ് നൃത്തം എന്നാണ് അർത്ഥമെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അതല്ല, ഞങ്ങൾ ആ നൃത്തം തന്നെ നിൽക്കുന്നു എന്ന് പറഞ്ഞത് ഞങ്ങൾ അഹ്ലുസുന്നയുടെ ആദർശത്തിൽ മഹാനരായ ശംസുൽ ഉലമ ജനറൽ സെക്രട്ടറിയായ സമസ്തയിൽ ഞങ്ങൾ ഉണ്ടായപ്പോൾ എന്താണോ ഞങ്ങൾ വിശ്വസിച്ചത് അതേ വിശ്വാസമാണ് ഇന്നും ഞങ്ങളെ വിശ്വാസം എന്നാണ് നിങ്ങൾ ഉദ്ദേശിച്ചതെങ്കിൽ അത് പരമാബദ്ധമാണ്. എത്ര വാദങ്ങളാണ് ഇവിടെ നിങ്ങൾ കൊണ്ടുവന്നിവിടെ? ആദ്യം അദ്ദേഹം ഒന്ന് പറയട്ടെ, എന്നിട്ട് ഞാൻ അതിലേക്ക് വരാം. ഇന്നലെയോ ഞാൻ ഒരു ക്ലിപ്പ് കണ്ടു. ഒരു സമസ്ത വിരോധിയായ ഒരു മുസ്ലിയാരെ ക്ലിപ്പാണ്. അല്ലാഹു അദ്ദേഹത്തിന് നല്ലത് മാത്രം പറയാനുള്ള തൗഫീഖ് എന്ന് പ്രാർത്ഥിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞത് എന്താണ്? 1989 ആശയത്തിൽ നിന്ന് നമ്മുടെ പ്രസ്ഥാനം വളരെ അകന്നു പോയിട്ടുണ്ടെന്നാണ്. സുബ്ഹാനല്ലാഹ്, നമ്മുടെ പ്രസ്ഥാനം അന്നും ഇന്നും ഒരേ നൃത്തത്തിൽ തന്നെ നിൽക്കുന്നുണ്ട്. അതിൽ വേറെ ആർക്കും കണ്ണുകടി ആവശ്യമില്ല എന്ന് മാത്രം ഈ സമയത്ത് ഞാൻ ഉണർത്തുകയാണ്. നമ്മൾ അന്നും പറഞ്ഞതാണിത്. എന്താ പറഞ്ഞേ? അതിനി ആവശ്യം കേട്ടോ, ആ ക്ലിപ്പ് തന്നെ വെക്കും. 89 ശേഷം അവരുടെ ആശയങ്ങളിൽ മാറ്റമുണ്ടായി എന്ന് ഏതോ ഒരു മുസ്ലിയാർ പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടു. അദ്ദേഹത്തിന് അയാളൊരു ദുആയി, അതിൻ്റെ ഒരു കുറവേപ്പുണ്ടാവുള്ളൂ. എന്നിട്ട് പറയുന്നു, ഞങ്ങൾ അന്ന് ഏത് നിൽപ്പിലാണോ നിന്നത് അവിടെ തന്നെ നിൽക്കുകയാണ്. അവിടെ ഞങ്ങൾക്ക് ചില സംഗതികൾ പറയാനുണ്ട്. ഒന്ന്, 89 നിങ്ങൾ ആ നിന്ന നൃത്തം തന്നെ ശരിയായിട്ടില്ല. കാരണം ഇന്ന് നിങ്ങൾ പറഞ്ഞത് സമസ്തയാണ് ശൈഖ് എന്നാണ്. ആ വാദം നിങ്ങളുടെ വാദമല്ലേ? എങ്കിൽ അന്നത്തെ സമസ്ത ശംസുൽ ഉലമാ എന്ന് ഇന്ന് നിങ്ങൾ ഇന്നും പറയുന്ന, ഇന്നും നിങ്ങൾ ആത്മകഥ എഴുതിയപ്പോ അതിൽ ഇ.കെ. ഉസ്താദിനെ കുറിച്ച് പറഞ്ഞത് ശംസുൽ ഉലമ ഇ.കെ. അബൂബക്കർ മുസ്ലിയാർ എന്നാണ്. കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ ആത്മകഥയിൽ ഇന്നും എഴുതി വെച്ചത് ശംസുൽ ഉലമ ഇ.കെ. ഉസ്താദ് എന്നാണ്. അപ്പൊ ശംസുൽ ഉലമയെ പോലെയുള്ള ഒരു മഹാൻ ജനറൽ സെക്രട്ടറി ആയിരിക്കെ ഒരു കറാഹത്ത് പോലും സംഭവിച്ചിട്ടില്ല എന്ന് ഇന്ന് നിങ്ങൾ ഇന്നും മദ്ഹ് പറയുന്ന റഈസുൽ മുഹഖ്ഖീൻ കണ്ണിയത്ത് ഉസ്താദ് മഹാനവറുകൾ, ഈ രണ്ട് മഹാമനീഷികൾ, അവരിവിടെ ഒരു മഹത്തായ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകുമ്പോൾ നിങ്ങൾ എന്തായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്? അവരെ നിങ്ങൾ പിൻപറ്റി അവരെന്ത് പറഞ്ഞാലും ചോദ്യം ചെയ്യാതെ അംഗീകരിച്ച് മുന്നോട്ട് പോവുകയായിരുന്നു നിങ്ങൾ ചെയ്യേണ്ടത്. കാരണം ഉലമാഇനെ പിൻപറ്റണം എന്നാണ് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോ എന്തുകൊണ്ട് നിങ്ങൾക്ക് അത് കഴിഞ്ഞില്ല? അവിടെ തന്നെ പ്രശ്നമാണ്. ഞങ്ങൾ ഒരുപാട് കാലമായി ചോദിക്കുന്നുണ്ട്, ശംസുൽ ഉലമക്ക് ശർഈയായ ഒരു പിഴവ് ചൂണ്ടിക്കാണിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ? ഒരു ചോദ്യമാണല്ലോ. കാരണം ഈ സമൂഹത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി. ഇവിടെ മഹല്ലുകൾ രണ്ടാക്കി, ജുമുഅ രണ്ടാക്കി, ഖാദി രണ്ടാക്കി, കൊലപാതകം വരെ സംഭവിച്ചു എന്ന് നിങ്ങൾ തന്നെ പറയുന്നു. എങ്കിൽ ഈ വലിയ പ്രശ്നം ഇന്ന് നിങ്ങൾ പറയുന്ന തിയറി അനുസരിച്ച് നിങ്ങൾക്കിവിടെ മാറ്റാമായിരുന്നില്ലേ? ഒന്നവിടെ കിട്ടെ. ശംസുൽ ഉലമക്ക് എന്താ പഴച്ചത് നിങ്ങൾക്ക് ഇവിടെ പറയാൻ കഴിഞ്ഞോ? ഇനി അവിടെ രണ്ടാമത്തെ സ്റ്റെപ്പിൽ ഞാൻ ചോദിക്കുന്നു, നിങ്ങൾ 89 പുതിയ സമാന്തര സമസ്തയുണ്ടാക്കിയപ്പോ അതിന്റെ പ്രസിഡന്റായിരുന്ന താജുൽ ഉലമ ഉള്ളാൾ തങ്ങളുപ്പാപ്പ മൂപ്പരാദർശത്തിൽ നിങ്ങൾ വന്നിട്ടുണ്ടോ? അവിടെ തന്നെ നിൽക്കുകയാണ്. എവിടെ നിങ്ങൾ നിൽക്കണ്? ഹബീബായ ത്വാഹ മുത്തു റസൂൽ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾ എത്ര കാര്യങ്ങൾ പറഞ്ഞു 89-ന് ശേഷം? അത് ഈ കെ ഉസ്താദിന്റെ വാദമായിരുന്നു. താജുൽ ഉലമയുടെ നിലപാടതായിരുന്നു. ഹബീബായ തങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പറഞ്ഞു. നിയലുമായി ബന്ധപ്പെട്ട് തന്നെ അവിടുത്തെ ദാത്തു ഷരീഫുമായി ബന്ധപ്പെട്ട് നിങ്ങൾ വാദിച്ച വാദം ഏതൊക്കെയാണ്? ഹബീബായ തങ്ങൾക്ക് നിയലുണ്ടെന്ന് പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്നാമതായി അവിടുത്തെ നൂറാനിയത്തിനെ നിഷേധിച്ചില്ലേ നിങ്ങൾ? ഒരു സെക്കൻഡിൽ നിയലുണ്ടെന്ന് വന്നാൽ ആ സെക്കൻഡിൽ അവിടുത്തെ നൂറാനിയത്ത് പോയി പകരം ഇരുട്ട് ദുൽമാനിയത്ത് വന്നു എന്ന് പറഞ്ഞില്ലേ നിങ്ങൾ? ഇത് ഈ കെ ഉസ്താദ് പഠിപ്പിച്ചതാ? 89-ൽ ഉണ്ടായതാ? ആണോ? താജുൽ ഉലമയുടെ ആദർശമായിരുന്നോ ഇത്? 2, ആ വിഷയം സ്ഥിരപ്പെടുത്താൻ വേണ്ടി സൈനബ് റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിഴൽ കണ്ടു എന്ന് ഇമാം അഹ്മദ് തങ്ങളുടെ മുസ്നദ് നോക്കി പച്ചയായ കള്ളത്തരം വാദിച്ചില്ലേ നിങ്ങൾ? ഇല്ലാത്ത സാധനം കാണൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുമ്പോ ദൂരെ നിന്ന് ഒരു ആൾപെരുമാറ്റം കണ്ടു എന്ന് പറഞ്ഞ് ഹദീസിനെ ദുർവ്യാഖ്യാനിച്ച് നിങ്ങളുടെ ബിദ്അത്ത് സ്ഥിരപ്പെടുത്താൻ ശ്രമിച്ചില്ലേ നിങ്ങൾ? ആശയം മാറിയിട്ടില്ല എന്നാണോ പറയുന്നത്? 3, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരത്തിൽ ഈച്ചയിരിക്കുമെന്ന് പറഞ്ഞില്ലേ? സീറത്തുൽ ഹലബിയ പോലെയുള്ള ഗ്രന്ഥത്തിൽ ലാ യഖഉ ദുബാബു അലാ സിയാബിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വസ്ത്രത്തിൽ തന്നെ ഈച്ചയിരിക്കുകയില്ല. ഫളൻ അൻ ജസദിഹി ശരീഫ്, അവിടത്തെ പരിശുദ്ധമായ മേനിയെക്കുറിച്ച് പറയേണ്ടതുണ്ടോ? എന്തായാലും ഇരിക്കൂല. കാരണം വസ്ത്രത്തിൽ ഇരിക്കൂല എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാ? ആ വസ്ത്രം ശരീരത്തിൽ തട്ടിയത് കൊണ്ടാണ്. അപ്പൊ പിന്നെ ശരീരത്തിൽ എന്തായാലും ഇരിക്കുകയില്ല. നിങ്ങൾ വാദിച്ചില്ലേ അഷ്റഫുൽ ഖൽഖ് ത്വഹ റസൂലുള്ളാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരത്തിൽ ഈച്ചയിരിക്കുമെന്ന്? 4, ഹബീബായ തങ്ങളുടെ തിരുകേശം തീയിലിട്ടാൽ കരിയും എന്ന് വാദിച്ചില്ലേ നിങ്ങൾ? വീണാ കരിയൂല എന്നേ പറഞ്ഞിട്ടുള്ളൂ, ഇട്ടാൽ കരിയുമെന്ന് വാദിച്ചില്ലേ? അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നൂറുണ്ട് എന്ന ഒറ്റ കാരണത്താൽ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ഒരു രോമം പോലും കരിഞ്ഞില്ല. എങ്കിൽ ആ നൂറിന്റെ ഐനായ മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരം ഏത് തീക്ക് ഇവിടെ കരിക്കാൻ കഴിയും? 5, ഈ വിഷയം വാദിച്ച് നിങ്ങൾ എവിടെ എത്തി? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നൂറ് ഉള്ള അവസ്ഥയുണ്ട്, നൂറ് ഇല്ലാത്ത അവസ്ഥയുണ്ട്. ഇന്ന ബൈതൻ അൻത സാകിനുഹു എന്ന് പറഞ്ഞാൽ അതിന്റെ വ്യാഖ്യാനം നബി തങ്ങളെ മനസ്സിൽ കൊണ്ടുപോയ ഒരുത്തൻ അവന്റെ ഹൃദയത്തിൽ വേറെ വെളിച്ചം ആവശ്യമില്ല എന്ന് വരെ വ്യാഖ്യാനിക്കേണ്ട സാഹചര്യം ഉണ്ടായില്ലേ? ഇത് ഈ കെ ഉസ്താദ് പഠിപ്പിച്ചതാ? താജുൽ ഉലമ പഠിപ്പിച്ചതാണോ? 6, അതേ വിഷയത്തിൽ നിങ്ങൾ വാദിച്ച് എവിടെ വരെ എത്തി? ഖുർആനിൽ നിന്നൊരു ആയത്തോതിയിട്ട് നിയല് സുജൂദ് ചെയ്യുമെന്ന ആയത്തോതിയിട്ട് നിങ്ങൾ പറഞ്ഞു നിയല് സുജൂദ് ചെയ്യുക എന്ന് പറയുന്ന ഒരു മഹത്വം റസൂലിന് ഇല്ലാതെ പോകും, അതുകൊണ്ട് റസൂലിന് ഒരു നിയല് വേണം. റസൂലിന്റെ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകത എന്താ പ്രത്യേകത? നിയലില്ല എന്നതാ പ്രത്യേകത. അത് ഒറ്റ ആൾക്കുള്ള പ്രത്യേകതയാണ്. അതാണ് മുത്തു റസൂൽ സ്വല്ലല്ലാഹു. ഇത് മറികടന്ന് വാദമുണ്ടാക്കിയില്ലേ നിങ്ങൾ? എണ്ണുകയാണെങ്കിൽ എത്ര എണ്ണാണ്ട് കൂട്ടുകാരെ. ഞാൻ എഴുതി നോക്കുമ്പോൾ അതിനൊരു തലയും വാലൊന്നും ഇഷ്ടം പോലെ വാദങ്ങളാണ്. 89-ന് ശേഷം മാറ്റമുണ്ടാക്കിയിട്ടില്ലെന്നോ? ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദീനയെ കുറിച്ച് നിങ്ങൾ എന്തൊക്കെ പറഞ്ഞു? അവിടെ കൈതപ്പൊയിലിലെ ഒരു പള്ളി ഉണ്ടാക്കി. കോഴിക്കോട് ജില്ലയിലെ കൈതപ്പൊയിലിലെ പള്ളി മദീനത്തെ പള്ളിക്ക് സമാനമാണെന്ന് വാദിച്ചില്ലേ? 7-മത്തെ നിങ്ങളെ വാദം. അതെങ്ങനെ സമാനാവോ? എൻ്റെ ഈ പള്ളി 1000 റക്അത്തിന്
ഒറ്റ റക്അത്തിന് 1000 റക്അത്തിന്റെ പ്രതിഫലമുള്ള പള്ളിയാണെന്ന് മുത്തു റസൂൽ. ആ മദീനയിൽ റൗളയുണ്ട്. ആ റൗള സ്വർഗ്ഗത്തോപ്പാണെന്ന് മുഹമ്മദുർ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതൊക്കെ എങ്ങനെ ആകാനാ കൈതപ്പൊയിലിലെ പള്ളി? കഴിഞ്ഞില്ല. ആ പ്രസംഗത്തിൽ തന്നെ താരീഖ് ബഗ്ദാദ് ഉദ്ധരിച്ചുകൊണ്ട് പൊന്മള അബ്ദുൽ ഖാദിർ മുസ്ലിയാർ പറഞ്ഞു, താരീഖ് ബഗ്ദാദിൽ പറയപ്പെട്ട ആ മഹത്തുക്കളോട് തുല്യമായ ഒരാൾ അത് AP ഉസ്താദാണ് എന്നാണ് പൊന്മളയുടെ വാക്ക്. താരീഖ് ബഗ്ദാദിലുള്ളതാരാ? താരീഖ് ബഗ്ദാദിലുള്ളത് അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങൾ മുതൽ 4 മദ്ഹബിന്റെ ഇമാമിയങ്ങൾ. ഇതിനോട് തുല്യമായി എങ്ങനെ കാന്തപുരം അബൂബക്കർ മുസ്ലിയാരെ നിങ്ങൾ കൊണ്ടുവരും? പഴച്ചവാദമല്ലേ അത്? എന്നിട്ട് നിങ്ങൾ പറഞ്ഞു 9ാമത്തെ വാദം കാന്തപുരം അബൂബക്കർ മുസ്ലിയാരെ സംബന്ധിച്ച് ഈ സമ്മേളനത്തിൽ അതേ പൊന്മളക്കാരൻ പറഞ്ഞു, ഈ കാലഘട്ടത്തിന്റെ മുജദ്ദിദാണ് മൂപ്പര്. അത് ഞാൻ അവിടെ കൊണ്ടുവരുന്നുണ്ട്. മുജദ്ദിദാന്ന് പ്രഖ്യാപിക്കാൻ നിങ്ങൾ ആരെ ഏൽപ്പിച്ചത്? അവിടെ ആരാ നിങ്ങളെ ഏൽപ്പിച്ചത്? അപ്പൊ മുജദ്ദിദാണെന്ന വാദം കൊണ്ടുവന്നു. ഇതൊക്കെ 89 ശേഷം ഉണ്ടാക്കിയ വാദം. 10 ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നം കാണണമെങ്കിൽ ഒന്നുകിൽ സ്വഹാബിയാകണം, അല്ലെങ്കിൽ ആലിം, പഠിച്ച ആലിമാകണം. ഈ വാദം നിങ്ങൾ കൊണ്ടുവന്നില്ലേ? ഇത് 89 ഉണ്ടായിരുന്നോ? പോകട്ടെ, ഈ കൊറോണന് മുമ്പ് 2021 ഉണ്ടായിരുന്നോ? നിങ്ങൾക്ക് മാറ്റം വന്നിട്ടില്ലെന്നോ? മങ്കൂസ് മൗലിദിൽ വരെ പറഞ്ഞ അമുസ്ലിം കാണുന്ന, പിന്നെ എങ്ങനെ നിങ്ങളത് പറയും? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ സ്വപ്നം കാണുമ്പോൾ നേരത്തെ പഠിച്ചറിഞ്ഞ വിശേഷണങ്ങളിലൂടെ കാണണം. നിങ്ങൾ പറഞ്ഞില്ലേ? ഇമാം നവവി തങ്ങളെ വാക്ക് ഞാൻ വായിച്ചില്ലേ? എങ്ങനെയും കാണാം. നമ്മൾ പഠിച്ച രൂപത്തിലല്ലാതെ കണ്ടാൽ അതിന് വ്യാഖ്യാനം തേടണം. കണ്ടതാരിൽ നിന്ന് തന്നെയാണ്, റസൂലിൽ നിന്ന് തന്നെയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. 12ാമത്തെ വാദം, സ്വഹാബികളെയും താബിഈങ്ങളെയും നിങ്ങളുടെ വാദങ്ങൾക്ക് അനുകൂലമായി വാദിച്ചില്ലേ നിങ്ങൾ? മഹാനരായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു, ഇബ്നു സിരീൻ റളിയല്ലാഹു അൻഹു, ഇവരൊക്കെ നിങ്ങളെ വാദക്കാരാണ് എന്ന് വരുത്തി തീർക്കാൻ ശ്രമം നടത്തിയില്ലേ? അവര് പറഞ്ഞത് അഹ്ലുസുന്നയുടെ വാദമാണ്, പിശാചാണെന്ന് അവരൊരിക്കലും പറഞ്ഞിട്ടില്ല. 13 വലിയ ഇമാമിങ്ങളെ, ഇമാം ഖറാഫിയെ പോലെ നസീഹത്തുൽ ലബീബ് രചിച്ച ഇമാം സുംഹൂദി തങ്ങളെ പോലെയുള്ളവരെ നിങ്ങളുടെ വാദക്കാരാണ് അവരെന്ന് വരുത്താൻ നിങ്ങൾ ബോധപൂർവം ശ്രമം നടത്തി. 89 ശേഷം നടത്തിയതാണ്. അവരാണെങ്കിലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ബന്ധപ്പെട്ട് ഒരിക്കലും ഒരു സ്വപ്നത്തിലും പിശാചി ഇടപെടൂല എന്ന് തറപ്പിച്ചു പറഞ്ഞു വരും. ഏതിലാ നിങ്ങളുടെ വാദം കൊണ്ടുവരാത്തത്? ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുള്ള ഒരു അധികാരം, ബറാഅ് തങ്ങൾക്ക് സ്വർണത്തിന്റെ മോതിരം ഇട്ടുകൊടുത്ത സംഭവം, അത് മൂപ്പർക്ക് പ്രത്യേകമായിട്ടുള്ളതാണ്, മറ്റുള്ളവർക്കത് പാടില്ല എന്ന് പഠിപ്പിച്ചു ഇമാമിങ്ങൾ. ആ ബറാഅ് തങ്ങളുടെ സംഭവത്തെക്കുറിച്ച് അങ്ങനെ ഒരു ഹദീസ് സ്വഹീഹായി വന്നിട്ടില്ല. റസൂലുള്ളാഹിക്ക് അങ്ങനെ ഒരു പ്രത്യേക ദീനില്ല എന്ന് പഠിപ്പിച്ചില്ലേ നിങ്ങൾ? അങ്ങനെ ഒരു അധികാരമില്ല എന്ന് വാദിച്ചു വന്നു ഇവിടെ. ഇതങ്ങനെ എണ്ണിയാ തീരൂല സഹോദരങ്ങളെ. 15ാമത്ത് നിങ്ങൾ നോക്ക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജനനവുമായി ബന്ധപ്പെട്ട് എല്ലാ മുസ്ലിമീങ്ങളും സുബഹിക്ക് മുമ്പ് റബീഉൽ അവ്വൽ 12 മൗലിദ് ഓതി ഹബീബായ തങ്ങളെ ജന്മസമയത്ത് സന്തോഷിക്കുമ്പോൾ നിങ്ങൾ വാദം കൊണ്ടുവന്നു സുബഹിക്ക് ശേഷമാണ് ആര് ജനിച്ചത് എന്ന് മുത്തു റസൂൽ. വസ്വാസ് ഉണ്ടാക്കുകയാണ്. ഇമാമിങ്ങളൊക്കെ പറഞ്ഞു ഖുബൈല സുബ്ഹി, സുബ്ഹിയുടെ തൊട്ട് മുമ്പ്. അവിടെ തന്നെ നിങ്ങൾ കൊണ്ടുവന്നു 16 മീലാദ് റാലി ശരീഅത്ത് വിരുദ്ധമാണ്, റോഡ് ബ്ലോക്ക് ഉണ്ടാവും. അതേ നിങ്ങൾ മാനവ സഞ്ചാരത്തിൽ റോഡ് മൊത്തം ബ്ലോക്കാക്കി നടന്നു. ക്ലിപ്പ് നമ്മൾ നേരത്തെ വെച്ചു കൊടുത്തിട്ടുണ്ട്. ഇതൊന്നും വെറുതെ പറയല്ല, എല്ലാം ഉണ്ട്. ഒരു ചാനൽ പൂട്ടിയാൽ നശിക്കുന്നതല്ലത്. ചാനൽ പൂട്ടിയതൊക്കെ ഞങ്ങൾ പറയാതിരിക്കുന്ന ഞങ്ങൾ മനസ്സിലാക്കി. ഞങ്ങൾക്കതൊരു ചുക്കുവല്ല. നിങ്ങളുടെ വിദണ്ഡ വാദങ്ങൾ ആളുകളോട് പറഞ്ഞുകൊണ്ടേയിരിക്കും. ഉണ്ടെങ്കിൽ അതിന് മറുപടി പറയും.
മാത്രമല്ല സ്വന്തം ശിഷ്യൻ ചെറുമോത്ത് സഖാഫി ഇറങ്ങിയിട്ട് പറഞ്ഞു 12 പ്രത്യേകതയില്ല. റബീഉൽ അവൽ 11 ഇല്ലാത്തൊരു പ്രത്യേകത 12 സുബ്ഹാന ജല്ല ജലാലുഹു. റബീഉൽ അവൽ 12 പവിത്രത പറയാൻ വേണ്ടി ഇമാം സുയൂത്തി തങ്ങളെ പോലെയുള്ളവർ ഗ്രന്ഥം തന്നെ രചിച്ചപ്പോ കുറ്റ്യാടിയിൽ നിന്നുള്ള ഫത്വ വന്നു 12 പ്രത്യേകതയില്ലെന്ന്. അവിടെ തന്നെ വഹാബികളോടുള്ള നിങ്ങളുടെ ബന്ധം, അതിനുവേണ്ടി നിങ്ങൾ കിതാബിന്റെ ഇബാറത്ത് തന്നെ ഉണ്ടാക്കി. ഇല്ലാലി മസ്ലഹത്തിൻ ദീനിയ ഔ ദുന്യവിയ. ഈ ഇബാറത്ത് നിങ്ങളുടെ താജുൽ ഉലമക്ക് പരിചയമുണ്ടോ? ഈ ഇബാറത്ത് ശംസുൽ ഉലമ പറഞ്ഞിട്ടുണ്ടോ? ദീനിലോ ദുന്യാവിലോ വല്ല ഗുണവുമുണ്ടെങ്കിൽ വഹാബിയുടെ കൂടെ ഇരിക്കാം എന്ന ഈ ഇസ്തിസ്ന എവിടെ നിന്ന് കിട്ടി? അവിടെ തന്നെ ഇപ്പൊ പുളിക്കെന്ന് പുതിയ ഫത്വ കൊണ്ടുവന്നു. ഒക്കെ നിങ്ങൾ ഉണ്ടാക്കിയതാ, അത് വാദിച്ചവും നിങ്ങൾ തന്നെ, അത് തിരുത്തിയതും നിങ്ങൾ തന്നെ. 19ാമത്തെ നിങ്ങളെ വാദം, പൈസ കിട്ടുമെങ്കിൽ വഹാബിയായ ഹാജിയാരെയും സമീപിക്ക, ഇമാം അശ്അരി അങ്ങനെ പോയിട്ടുണ്ട് എന്ന കളവും. നിങ്ങൾ പോകാൻ തുടങ്ങിയതിന് ഇമാം അശ്അരിയാണോ ഉത്തരവാദി? പ്രിയപ്പെട്ട കൂട്ടുകാരെ, എത്ര വാദങ്ങൾ 89 ശേഷം നിങ്ങൾ ഇവിടെ ഉണ്ടാക്കി? എണ്ണി എണ്ണി പറഞ്ഞാൽ തീരുന്നതാണോ അത്? നിങ്ങൾ നോക്ക്, ഇസ്തിഗാസയുമായി ബന്ധപ്പെട്ട് എത്ര വാദങ്ങൾ നിങ്ങൾ ഉണ്ടാക്കി? വലിയാണ് തന്നത് എന്ന് പറഞ്ഞാൽ അത് ശരിയായ അദബല്ല. നിങ്ങൾ വാദിച്ചില്ലേ? മുഖേന എന്ന് പറയണം, അതല്ലേ നമ്മൾ മുഖേന കൊണ്ടുവന്നു. ഇവിടെ മുഹിയുദ്ദീൻ ശൈഖ് മുഖേന അല്ല എന്ന് പറയണം. നിങ്ങൾ വാദിച്ചില്ലേ? ഇവിടെ ഇമാം ഇബ്നു ഹജർ തങ്ങൾ പറഞ്ഞ എന്താ? ലോകത്തുള്ള സർവവും തന്നത് മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് ശരിയായ അദബല്ലെന്ന് നിങ്ങൾ വാദിച്ചില്ലേ? അതിന്റെ കൂടെ നിങ്ങൾ പറഞ്ഞു അള്ളാന്റെ തൗഫീക്ക് എന്ന് പറയുന്നതിന്റെ കൂടെ റസൂല് തൗഫീക്ക് ചെയ്തു എന്ന് പറഞ്ഞാൽ അത് വലിയ അബദ്ധമാണ്. ബിതൗഫീഖില്ലാഹി വബിതൗഫീഖി റസൂലില്ലാഹ് എന്ന് പറഞ്ഞ ഇമാമിങ്ങൾ എത്രയുണ്ട്? അതിൽ തന്നെ നിങ്ങൾ എത്ര കൊല്ലു വന്നു? ഇപ്പൊ തന്നെ നമ്മൾ കേട്ടു അവിടെ കൂലി തരുന്നത് വലിയാണ് എന്ന് പറയാൻ പാടില്ല. സ്വർഗം തന്നെ വീതിച്ചു കൊടുക്കുന്നത് ആരാണ്? മുത്തു റസൂലാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതൊക്കെ ഓരോന്ന് എണ്ണി നോക്കുങ്ങൾ. ഒരു വാദത്തിൽ തന്നെ പോലെ എത്ര കൊണ്ടുവരുന്നുണ്ട്? 23. ഇസ്തിഗാസ എന്നൊരു സംഭവം ഇല്ലാതൊക്കെ തവസ്സുലാണ്. അവരെ കൊണ്ട് അള്ളാനോട് തേടലാണ്. നേരെ തേടുന്ന സംഭവം തന്നെ നിങ്ങൾ മാറ്റി. അത് തന്നെ ചെറുമോത്ത് വന്നിട്ട് പറഞ്ഞു ഇസ്തിഗാസ എന്ന് പറഞ്ഞാൽ അത് അനുവദനീയമാണ് എന്നേ ഉള്ളൂ, അതൊരു മെഡിസിനാണ്, എന്നും ചെയ്യാൻ പാടില്ല, ഒരു പുണ്യകർമ്മമായിട്ട് കാണാൻ പാടില്ല. കൊണ്ടുവന്നില്ലേ നിങ്ങൾ വാദം? തെളിവില്ലേ അതിന്? അപ്പൊ ഇങ്ങനെ ഓരോ വിഷയം. ഈ കറാമത്തിലേക്ക് ഇങ്ങോട്ട് വന്നാലോ? കറാമത്ത് വിഷയത്തിൽ 89 ശേഷം 89 മഹാനായ ശംസുൽ ഉലമ ഹയാത്തുള്ള കാലം കറാമത്ത് പ്രകടിപ്പിച്ചുകൊണ്ട് ജീവിച്ച ആളാണ് മഹാനായ ശംസുൽ ഉലമ. മുജദ്ദിദ് എന്നൊക്കെ പറയാൻ അർഹതയുണ്ടെങ്കിൽ അതിനർഹിക്കുന്ന പേരാണ് ശംസുൽ ഉലമ. എന്നിട്ട് നിങ്ങൾക്കൊരു മാറ്റവും വന്നിട്ടില്ല. താജുൽ ഉലമ പോലും ഈ പറഞ്ഞ ഒരു വ്യതിയാനത്തിലും പെട്ടിട്ടില്ല. നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടിയതൊക്കെ? 25ാമത്തെ നിങ്ങളെ വാദം, കറാമത്തുകളായി പറയപ്പെടുന്നതൊക്കെ ജിന്നിന്റെ ഇടപെടലാകും. വാദിച്ചില്ലേ നിങ്ങൾ? കറാമത്ത് സ്ഥിരപ്പെടുത്താൻ ജിന്നുകൾ വേണോ? അവിടെ ഔലിയാക്കളിലേക്ക് ചേർത്ത് നോക്കുമ്പോൾ എന്ത് ജിന്ന്? 26 നിസ്കാരം മറ്റു നിയമങ്ങൾ നോക്കിയിട്ട് വേണം കറാമത്ത് ഉറപ്പിക്കാൻ. ഒരു വലിയിൽ നിന്ന് ഒരു കറാമത്ത് കണ്ടാൽ അത് കറാമത്താന്ന് ഉറപ്പിക്കണമെങ്കിൽ ആ വലിയനെ നിരീക്ഷിക്കണം, നിസ്കരിക്കുന്നുണ്ടോ നോക്കണം. നിങ്ങളാരാ നോക്കാൻ? നോക്കിയാ തിരിയുന്നതാണോ അത്? ഈ വാദം നിങ്ങൾ കൊണ്ടുവന്നില്ലേ? ഈ വാദം, ഈ ഷർത്ത് അങ്ങോട്ട് വെച്ചാൽ ഏത് കറാമത്ത് അങ്ങക്ക് അംഗീകരിക്കാൻ പറ്റാം? അവർക്ക് നിസ്കരിക്കാൻ നിർദ്ദേശിക്കപ്പെട്ട സ്ഥലങ്ങളുണ്ട്. നിങ്ങളെ ബോധ്യപ്പെടുത്തലല്ല അവരെ പണി. അതുപോലെ ഇപ്പൊ നിങ്ങൾ കേട്ട വാദം, കശ്മിന്റെ പിന്നാലെ പോകാൻ പാടില്ല, അത് പഴക്കും. ഉന്നതരായ ഔലിയാക്കന്മാർക്ക് എങ്ങനെ പഴക്കാനാത്? 28
ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത കറാമത്ത് പറയാൻ പാടില്ല. ഇത് 89-ലുള്ള വാദ. ബുദ്ധിക്ക് ഉൾക്കൊള്ളുന്ന കറാമത്ത് തന്നെ ഏതാ ഉള്ളത് ഇവിടെ? കറാമത്ത് എന്ന് പറഞ്ഞാൽ തന്നെ അംറുൻ ഖാരിഖുൽ ആദാന്നല്ലേ, സാധാരണക്ക് വിപരീതമെന്നല്ലേ. അതിന്റെ കൂടെ നിങ്ങൾ വാദിച്ചു ആളുകൾക്ക് സംശയം തോന്നുന്നത് പറയാൻ പാടില്ല. നമ്മൾ കറാമത്ത് പറയുമ്പോൾ മറ്റൊരാൾക്ക് സംശയം തോന്നുന്നുവെങ്കിൽ ആ സംശയം തീർത്തു കൊടുക്കാനല്ലേ ആലിം, അത് പറയാൻ പാടില്ല എന്ന് പറയല. വഹാബിയെ പേടിച്ച് നമ്മൾ നമ്മുടെ പരിപാടി നടത്തി വെക്കാൻ പറ്റുമോ? അവിടെ തന്നെ നിങ്ങൾ കൊണ്ടുവന്നു കറാമത്ത് പറയുമ്പോൾ ആ പറയുന്ന ആൾ മൗസൂഖും ബിഹിയായ ഇമാമാകണം. 89-ൽ വാദം ഉണ്ടായിരുന്നു. എന്തായാലും പറഞ്ഞ നേരത്തെ 8 കളിപ്പന്നെ ഒന്നുകൂടി ഇട്. ഇതിന്റെ ഗൗരവം നിങ്ങൾ മനസ്സിലാക്കണം. 30-ാമത്തെ വാദമാണത്. മൗസൂഖും ബിഹിയായ ഇമാമാകണം. നേരത്തെ 8 വെച്ചോളൂ. ഇന്നലെ ഞാൻ ഒരു ക്ലിപ്പ് കണ്ടു. ഒരു സമസ്ത വിരോധിയായ ഒരു മുസ്ലിയാരെ ക്ലിപ്പാണ്. അള്ളാഹു അദ്ദേഹത്തിന് നല്ലത് മാത്രം പറയാനുള്ള തൗഫീഖ് എന്ന് പ്രാർത്ഥിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞത് എന്താണ്? 1989-ലുള്ള ആശയത്തിൽ നിന്ന് നമ്മുടെ പ്രസ്ഥാനം വളരെ അകന്നുപോയിട്ടുണ്ടെന്ന്. സുബ്ഹാനല്ലാഹ്, നമ്മുടെ പ്രസ്ഥാനം അന്നും ഇന്നും ഒരേ നൃത്തത്തിൽ തന്നെ നിൽക്കുന്നുണ്ട്. അതിൽ വേറെ ആർക്കും കണ്ണുകടി ആവശ്യമില്ല എന്ന് മാത്രമേ. കണ്ണുകടിന്റെ ആവശ്യമൊന്നും അവിടെയല്ല. കാരണം നിങ്ങൾ എവിടോ എത്തിപ്പോയി. വഹാബികളെക്കാൾ അതപ്പതിച്ചു നശിച്ചുപോയി നിങ്ങൾ. എന്തു പറ്റി നിങ്ങൾക്ക്? EK ഉസ്താദിന്റെ കുരുത്തക്കേട് പറ്റി. അതന്നെ കറാമത്തിൽ തന്നെ കൊണ്ടുവന്ന വാദങ്ങൾ. 31 ഇയാൾ പറഞ്ഞു 3 നൂറ്റാണ്ടിലുള്ളവർ പറഞ്ഞാലേ കറാമത്ത് വിശ്വസിക്കേണ്ടതുള്ളൂ, അല്ലെങ്കിൽ ഖുർആൻ പറയണം, ഹദീസ് പറയണം. ഔസുൽ ആദമിന്റെ കറാമത്തൊക്കെ 3 നൂറ്റാണ്ടിന് ശേഷം വന്നതല്ലേ, എങ്ങനെ വിശ്വസിക്കും നിങ്ങൾ? 32 സോഷ്യൽ മീഡിയ കാലത്ത് കറാമത്ത് തീരെ പറയാൻ പാടില്ല. ഇതൊക്കെ ഏത് ആയത്തിന്റെ ഹദീസിലാ പറയേണ്ടത്? സോഷ്യൽ മീഡിയ കാലത്ത് ഇത് പറയല്ലേ വേണ്ടേ? ആളുകൾക്ക് കൂടുതൽ അപ്പോഴല്ലേ അത് ബോധ്യപ്പെടുക. 33 നിങ്ങൾ കറാമത്തിന് പരിധി നിശ്ചയിച്ചു. മറിയം ബീവിക്കുണ്ടായ കറാമത്ത് ഭർത്താവില്ലാതെ കുട്ടിയുണ്ടാവുക എന്നത് ഈ ഉമ്മത്തിൽ ഉണ്ടാകാൻ പാടില്ലെന്ന് പറഞ്ഞു. അഹ്ലുസുന്നയുടെ ഇഅ്തിഖാദ് അതിനെതിരാണ്. ആ കറാമത്തും ഇവിടെ സംഭവിക്കുമെന്നാണ് ജമ്മുൽ ജവാം ഓതിയ മുതഅല്ലിമിന് വരെ അറിയാമത്. അതുപോലെ മുഹിയുദ്ദീൻ മാല പറയുമ്പോൾ അസ്രായീൽ അലൈഹിസ്സലാം മുഹിയുദ്ദീൻ ശൈഖ് തങ്ങളുടെ ഖാദിമിന്റെ റൂഹ് പിടിച്ചപ്പോ ആ റൂഹ് തിരിച്ചു വാങ്ങിയ സംഭവം റിഫായി ശൈഖ് രേഖപ്പെടുത്തിയ സംഭവം നിങ്ങളെ മർക്കസിൽ നിന്നിറങ്ങിയ ബുക്കിൽ വരെ ഉണ്ടത്. ആ സംഭവത്തെ നിങ്ങൾ നിഷേധിച്ചില്ലേ? എന്താ പിന്നെ അതിലും വലുത് പറയാൻ? എവിടേക്കാണ് ഈ സമൂഹത്തെ നിങ്ങൾ കൊണ്ടുപോകുന്നത്? ഇനി മശായിഖന്മാരുമായി ബന്ധപ്പെട്ട് നിങ്ങൾ എത്ര വാദം പറഞ്ഞു? നിങ്ങൾ എണ്ണി നോക്കി. ഞാൻ വെറുതെ പറയല്ല. ഇവർ 89-ന് ശേഷം ഇതൊക്കെ ഈ ഒരു കൊറോണന്റെ ശേഷം ഉണ്ടാക്കിയ അതേ വാദം, കുറഞ്ഞത് അതിന്റെ മുമ്പും. എന്നിട്ട് പറയാ ഞങ്ങൾക്കൊന്നും പറ്റിയിട്ടില്ല, തെങ്ങുന്ന് വീണത്തൊന്നും ഒന്നും പറ്റിയിട്ടില്ല, തല പോയിട്ടേ ഉള്ളൂ എന്ന് പറഞ്ഞ പോലെ ഇവർക്കൊന്നും പറ്റൂല. മശായിഖന്മാരെ കുറിച്ച് മാത്രം പറഞ്ഞ അടിസ്ഥാന തെറ്റ്. ഞാൻ നേരത്തെ അത് പറഞ്ഞുവിടെ, എണ്ണിപ്പോകാം. 35 ഏകാംഗ മശായിഖിന്റെ കാലം കഴിഞ്ഞു. 36 സമസ്തയാണ് ഷെയ്ഖ്, ശൂറയാണ് ഷെയ്ഖ്. ഇതൊക്കെ ആ ഒറ്റവാദത്തിൽ പറഞ്ഞ വാദങ്ങളാ. 37 ഞങ്ങളുടെ ഈ സംഘടനാ വൃത്തത്തിൽ നിന്ന് പുറത്തായാൽ ആത്മീയതയിൽ നിന്ന് പുറത്താണ്. അവിടെ തന്നെ നിങ്ങൾ വാദിച്ചു ഇജ്മാ എന്നാൽ ഞങ്ങളുടെ 40 ഉലമാ പറഞ്ഞതാണ്. അതാണോ ഇജ്മാ? പിന്നെ നിങ്ങൾ അവിടെ കൊണ്ടുവന്നു മുശാവറാംഗങ്ങൾ അതിബ്ബാഉൽ ഖുലൂബാണ്, ഹൃദയത്തിന്റെ ഡോക്ടർമാരാണ് ഞങ്ങൾ. അങ്ങനെ എണ്ണി അവിടെ തന്നെ കാണാം. 40-ാമത്തെ നമ്പർ ഔലിയാക്കളുടെ സ്ഥാനത്തുള്ളവരാണ് ഞങ്ങളുടെ മുശാവറാംഗങ്ങൾ. ഈ ഇന്റർനാഷണൽ ദാഴിയും ഈ എല്ലാ ഫിത്തിനുണ്ടാക്കുന്നവനൊക്കെ ഔലിയായിന്റെ സ്ഥാനത്തുള്ള ആളത്രേ. ചാനൽ പൂട്ടാൻ വരെ ഓനാ നേതൃത്വം. ഇതാ ഔലിയായിന്റെ പണി, ഇതാ വലിയന്റെ പണി. എവിടുന്ന് വരാൻ നീച്ചു പോവാ നിങ്ങൾ? ഇനി ഔലിയാക്കളുടെ വിശേഷണം പറഞ്ഞു. ഉറങ്ങാത്ത ഔലിയാക്കന്മാരുണ്ട്. ഹബീബായ തങ്ങൾ തന്നെ പറഞ്ഞു, യാ ആയിഷ ലാ യനാമു ഖൽബി, എന്റെ ഹൃദയം ഉറങ്ങൂല. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വേങ്ങര മുഖാമുഖത്തിൽ നിങ്ങളത് നിഷേധിച്ചില്ലേ? കുഫ്റിൽ വരെ എത്തുമെന്നല്ലേ നിങ്ങൾ പറഞ്ഞത്?
89-ലുണ്ടോ ഇത്? 42 അനല്ല എന്നൊരു വലിയ പറഞ്ഞാൽ ബോധത്തോടെയാണ് പറഞ്ഞതെങ്കിൽ കാഫിറാണ് എന്ന് പറഞ്ഞവരില്ലേ ഇവിടങ്ങളെ കൂട്ടത്തിൽ? അത് പറയാൻ വേണ്ടി വാളക്കുളത്തുകാരൻ എത്ര പ്രസംഗിച്ചു? ഇതൊക്കെ ഞങ്ങൾ എണ്ണിയാൽ നിങ്ങൾ 89 എവിടെ കൊണ്ടുപോയി ആക്കും? ഇമാമിങ്ങൾ പറഞ്ഞു അങ്ങനെ ഒരു വലിയ പറഞ്ഞാൽ അതിന്റെ അർത്ഥം അല്ലാഹുവിൽ നിന്ന് അവർ ഉദ്ധരിച്ചു പറഞ്ഞു എന്ന് മനസ്സിലാക്കണം. മൂസാ നബി പറഞ്ഞ പോലെ ഇന്നനി അനല്ലാഹ്. ഔലിയാക്കളെ വിഷയത്തിൽ തന്നെ എത്ര വാദം പിന്നീട് നിങ്ങൾ കൊണ്ടുവന്നു. 43 ഹലാലായ ഭക്ഷണമില്ലാത്തത് കൊണ്ട് 824 ലക്ഷം വലിയില്ല എന്ന് വാദിച്ചില്ലേ നിങ്ങൾ? ഇത് 89 മുമ്പുള്ള അതാ. എന്നിട്ട് ഇവരൊക്കെ ഔലിയാക്കളാണല്ലോ, അപ്പൊ ഭക്ഷണം പിന്നെ ആകാശത്ത് നിന്ന് ഇറങ്ങിയതാ. ഈ വാദം ഇവിടെ വാദിച്ചില്ലേ നിങ്ങൾ? 45 റിഫായി റാത്തീബിന്റെ കാലം കഴിഞ്ഞു. ഔലിയാക്കളെ കാലം കഴിഞ്ഞു പറഞ്ഞാൽ അതേ വിദ്വാൻ വാദിച്ചതാണ് ഇത്. റിഫായി റാത്തീബിന്റെ കാലം കഴിഞ്ഞു. റിഫായി റാത്തീബ് ഇയാൾ ഉണ്ടാക്കിയതാ? റിഫായി റാത്തീബ് സമസ്ത ഉണ്ടാക്കിയതാ? റിഫായി റാത്തീബ് ആരുണ്ടാക്കി ഇവിടെ? റിഫായി റാത്തീബ് ഉണ്ടാക്കിയവരും കുത്തുബിയത്തുണ്ടാക്കിയവരും എന്നുണ്ടോ അവരുള്ള കാലത്തൊക്കെ ഉണ്ടാവും. അത് മശായിഖന്മാരാ. അത് നിങ്ങളെ സപ്പോർട്ട് വേണ്ട. കുത്തുബിയത്ത് വിശദീകരിച്ചു കൊണ്ട് പറഞ്ഞത് തവസ്സുല് മാത്രമാണ്. കുത്തുബിയത്തിലെ ഇസ്തിഗാസ തള്ളി നിങ്ങൾ. ഇത് 89-ലുള്ള വാദമാണോ? റിഫായി ഷെയ്ഖിന്റെ സ്ഥാനപ്പേര് അബുൽ അലമൈൻ എന്നതുപോലും നിങ്ങൾ അബുൽ അൽമൈൻ എന്നാക്കി വായിച്ചു. 48-ലെത്തിയപ്പോ ഹക്കായ ത്വരീഖത്താണെങ്കിലും ഞാൻ വരൂല എന്ന് പൊന്മള. 89-ലുണ്ടോ? ഇ കെ ഉസ്താദ് ത്വരീഖത്തിൽ ജീവിച്ച ആളല്ലേ? പിന്നെ 89-ൽ എന്ത് പ്രശ്നം ഉണ്ടായിട്ടില്ല? എന്താ നിങ്ങൾ ഈ പറയുന്നത്? പിന്നെ പറഞ്ഞു മശായിഖന്മാരൊക്കെ മദ്ഹബ് അനുസരിച്ച് ജീവിക്കണം. നിങ്ങൾ എന്നെ എഴുതി വെച്ചു പണ്ട് കാമിലായ വലിയാണെങ്കിൽ അവര് നേരെ ഖുർആനും സുന്നത്തും അനുസരിച്ച് ജീവിക്കും, അവർക്ക് തഖ്ലീദ് ചെയ്യേണ്ടതില്ല. മുഹിയുദ്ദീൻ മാലയുടെ വ്യാഖ്യാനത്തിലടക്കം നിങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. 50 മശായിഖന്മാര് വാരിസീങ്ങളാണെന്ന് ഞങ്ങൾ പറഞ്ഞപ്പോൾ നിങ്ങൾ വാദിച്ചു ഞങ്ങളാണ് അമ്പിയാക്കന്മാരെ വാരിസീങ്ങൾ. ഈ സമ്മേളനത്തിൽ വരെ പറഞ്ഞു നിങ്ങൾ അൽ ഉലമാ വറസത്തുൽ അംബിയാ എന്ന് പറഞ്ഞാൽ ഈ മുസ്ലിയാക്കന്മാരാണ്. എന്ത് വിറാസത്ത് താങ്കൾക്കുള്ളത്? വഹിയാണ് ഔലിയാക്കന്മാരെ പ്രധാനം. അതിന്റെ വിറാസത്ത് ഇൽഹാമാണ്. ഇൽഹാമുള്ള വലിയ ഉലമാ ആരാങ്ങളെ കൂട്ടത്തിലുള്ളത്. മാത്രല്ല ആ സമ്മേളനത്തിൽ ഒന്നുകൂടി പറഞ്ഞു നമ്മുടെ ഉസ്താദുമാരാണ് വലിയ മുറബി. ഏർവാടിയും നാഗൂരും ഒക്കെ അതിന്റെ താഴെയാണ്. ശാദാ ഞാൻ എൻ്റെ ക്ലിപ്പ് ഇവിടെ കൊണ്ടുവരുന്നുണ്ട്. വാദം വാദിച്ചപ്പോ ഞാനിത് സൂചിപ്പിച്ചു വരുന്നത് ഈ ഒരു 89-ന് ശേഷം നിങ്ങളെ വ്യാജം തുടക്കത്തിലെ വ്യാജന്മാരായി ഇവിടെ ഉണ്ടാക്കി എന്നിട്ട് അതിങ്ങനെ കൊണ്ടുവന്ന് നോക്കുമ്പോൾ നിങ്ങൾ ഏത് വിഷയത്തിലാ ഹക്കിനെതിരെ വാദിക്കാത്തത്? തദ്ബീറിന്റെ വിഷയത്തിൽ നിങ്ങൾ എന്തൊക്കെ കൊണ്ടുവന്നു? 52 ആലം മുഴുക്കെ ഭരണമുണ്ട്, ഔലിയാക്കൾക്ക് പിന്നെ നിയന്ത്രണമുണ്ടെന്ന് പറഞ്ഞാൽ അത് ശിർക്കാണെന്ന് വാദിച്ചില്ലേ നിങ്ങൾ? അതിനുവേണ്ടി സഅദുദ്ദീൻ തഫ്താസാനി തങ്ങളെ കിതാബ് തെറ്റിദ്ധരിപ്പിച്ചില്ലേ? ഞങ്ങൾ അതിന് മറുപടി പറഞ്ഞില്ലേ? ഹബീബായ ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തിന്റെ നിയന്ത്രണം എനിക്ക് നൽകപ്പെട്ടു. ഇത് പറയാത്ത ആലിമേതാ വലിയതാ? നിങ്ങൾ ആ വാദം തള്ളിയില്ലേ? അവിടെ തന്നെ ഒരു വാദം കൊണ്ടുവന്നു നിങ്ങൾ. ഔലിയാക്കൾക്ക് ലോകം മുഴുക്ക നിയന്ത്രണമുണ്ടെന്ന് പറഞ്ഞാൽ അത് ഷിയാക്കളുടെ വാദമാണ്. പേരോടദ്ദുറഹ്മാൻ തഖാഫി പറഞ്ഞില്ലേ? ഇനി മടവൂർ ശൈഖുനാന്റെ ഒരു കാര്യത്തിൽ നിങ്ങളുടെ അടുത്ത് എത്ര വാദം നിങ്ങൾക്ക്? 53 മടവൂർ ശൈഖുന സാക്ഷിക്ക് പറ്റൂല എന്നല്ലേ നിങ്ങൾ പറഞ്ഞ്? ഇത് 89-ൽ വാദമുണ്ടോ? സാക്ഷിക്ക് പറ്റൂല എന്നല്ലേ പറഞ്ഞ്? എന്നിട്ട് നിങ്ങൾ തന്നെ പറയും ചെയ്യും അൻതാലൽ ഹക്ക് എന്ന് ഓരാ പറഞ്ഞ് സാക്ഷിക്ക് പറ്റൂല എന്ന് അപ്പുറത്ത് പോയി പറയും. എത്ര വൈരുദ്ധ്യങ്ങൾ നിങ്ങൾ പറഞ്ഞു. എനിക്ക് ജദ്ബില്ല എന്ന് ശൈഖുന പറഞ്ഞു, നിങ്ങൾ അതിനെക്കുറിച്ച് പറഞ്ഞു. ആ പറഞ്ഞതും മാനസിക നില തെറ്റിയ അവസ്ഥയിലാണ്. പൊന്മള പറഞ്ഞില്ലേ? ശൈഖുന ജനിച്ച വീട് ചിറ്റടി മീത്തൽ വീട്, അതിന് പ്രത്യേകതയില്ലെന്ന് പറഞ്ഞില്ലേ നിങ്ങൾ? 57 ഖുതുബുൽ ആലം എന്ന വാദം, ആ വാക്ക്
അത് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നു വാദിച്ചില്ലേ നിങ്ങൾ? മടവൂർ ശൈഖുനാന്റെ ദർബാറിലേക്ക് കടക്കുമ്പോ ആ വാതിലിൽ വരെ എഴുതി വെച്ചിട്ടുണ്ട് കുത്തുബുൽ ആലമെന്ന്. കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന വാദായത്. ഒന്നുകൂടി നിങ്ങൾ അവിടെ പറഞ്ഞു, അഥവാ കുത്തുബുൽ ആലമെന്ന് പറയുകയാണെങ്കിൽ അവിടെ കുത്തുബും ഫിൽ ആലമെന്ന് വാദിക്കണം. ഇതൊക്കെ നിങ്ങൾ ഉണ്ടാക്കിയ കുലുമാല. എന്നിട്ട് പറയാ ഞങ്ങൾക്കൊന്നും സംഭവിച്ചിട്ടില്ല. എത്ര അതിൽ തന്നെ ശൈഖുനയുടെ വാക്ക് ഞാൻ സുഖപ്പെടുത്തി, അത് വേണ്ട. ഇതിനെക്കുറിച്ച് നിങ്ങൾ എന്താ പറഞ്ഞ്? അത് അള്ളാഹിനോട് ദ്വാരക്കലാണ് എന്ന് മനസ്സിലാക്കണം. ദ്വാരക്കാണ് ഞാൻ ദ്വാരുന്നാ പോരെ, അത് വേണ്ട എന്നുള്ള പ്രഖ്യാപന. അത് മാറ്റി നിങ്ങൾ ജിബ്രീൽ അലൈഹിസ്സലാമിനെ കാണുകയും ജിബ്രീൽ അലൈഹിസ്സലാമിനോട് തഖദ്ദം, മുന്നിൽ നടക്കൂ എന്ന സംഭവം ഞങ്ങൾ ഉദ്ധരിച്ചപ്പോ അങ്ങനെ സംഭവത്തെ വിശ്വസിക്കാൻ പാടില്ല എന്ന് നിങ്ങളോട് വാദിച്ചിട്ടുണ്ട്. അങ്ങനെ എണ്ണിയാൽ എത്ര ഉണ്ട്? ഞാൻ നമ്പർ ഇട്ട് ഇങ്ങനെ പോയി നോക്കുമ്പോൾ അത് തീരുന്നില്ല. 60ാമത്തെ വാദം, എല്ലാ അനുഗ്രഹങ്ങളും ഒരു വലിയിൽ നിന്ന് കിട്ടിയെന്ന് പറയാൻ പാടില്ല എന്ന് പേരോട്. മടവൂർ ശൈഖുനയിൽ നിന്ന് ഉദ്ധരിച്ചുകൊണ്ടാണ് ആ പറഞ്ഞത്. 9, മടവൂർ ശൈഖുനാന്റെ പേരിൽ കുത്തുബിയത്ത് നടത്താൻ പാടില്ല എന്ന് പറഞ്ഞു. ഇതൊക്കെ ക്ലിപ്പുള്ളതല്ലേ? ഓസുല്ലാലവിന്റെ പേരിൽ കുത്തുബിയത്തുണ്ട് എന്ന് കരുതിയിട്ട് മടവൂർ ശൈഖുനാക്ക് കുത്തുബിയത്ത് എല്ലാം പറ്റുമോ? ആ പേരിൽ കുത്തുബിയത്ത് പറ്റുമോ? കുത്തുബിയത്ത് എഴുതിയ ആളാരാ? കെ ദാരിമി ഉസ്താദ് വഫാത്തായി പോയി. ഇതൊക്കെ പല കൊണ്ടുവന്നതാണ്. അതുപോലെ ഇപ്പൊ അടുത്തല്ലേ അനല്ലാ എന്ന് അള്ളാഹുവിൽ നിന്ന് ഹിക്കായത്ത് ചെയ്ത് മടവൂർ ശൈഖുന പറഞ്ഞപ്പോ അങ്ങനെ ഒരു സംഭവം ഇല്ല എന്ന് വേങ്ങര മുഖാമത്തിലല്ലേ നിങ്ങൾ പറഞ്ഞു. എതിരായി ഞങ്ങൾ കൊണ്ടുവന്നില്ലേ? റഷീദ് മുസ്ലിയാരെ ക്ലിപ്പുകളുമുണ്ട്. ഇനി ഫിഖ്ഹിന്റെ മസലയിലേക്ക് കടന്ന് ഞങ്ങൾ എവിടെത്തുക? 63, ഒരു നാട്ടിൽ ഒരു ഖാദി ഉണ്ടെങ്കിലും സംഘടനക്ക് വേണമെങ്കിൽ അവിടെ വേറെയും ഖാദിയാക്കാം. അതല്ലേ ചമ്മാട് ഓക്കെ അബ്ദുള്ള കുട്ടി മഖ്ദൂം ഉണ്ടായിരിക്കെ നിങ്ങൾ അതിൻ്റെയും മേൽശാന്തി അല്ല മേൽഖാദിയായി ആരെ നിശ്ചയിച്ചത്? മുട്ടിപ്പടി തങ്ങളെ. ഇതൊക്കെ നിങ്ങൾ ഉണ്ടാക്കിയതാ. അവിടെ കഴിഞ്ഞിട്ടില്ല. നിങ്ങൾ നോക്കി, ഞാൻ ഒന്നുകൂടി പറയാം, അത് നീണ്ടുപോയാൽ പിന്നെ മറ്റു വിഷയങ്ങളിലേക്ക് പോകില്ല. 64, അഹ്ലുൽ അബാഇനെ വിളിച്ചുകൊണ്ടുള്ള ബൈത്ത് ലീ ഖംസത്തുൻ ഉത്ഫി ബിഹാ എന്ന് പറഞ്ഞില്ലേ? എനിക്ക് 5 ആളുകളുണ്ട്, അവരെ കൊണ്ടാണ് എന്റെ കാവലൽ മുസ്തഫ വൽ മുർത്തല വബ്നാഹുമാ വൽ ഫാത്തിമ. ഈ ബൈത്ത് ഷിയാക്കളുടെ ബൈത്താണെന്നാണ് നിങ്ങൾ പറഞ്ഞത്. 65, യാ ഹുസൈൻ പറയ്, യാ ഹുസൈൻ എന്ന് വിളിക്കുന്നത് മുഹറം 10-നാണെങ്കിൽ അത് തെറ്റാണെന്ന് പറഞ്ഞില്ലേ നിങ്ങൾ ഇവിടെ? ഇതൊക്കെ നിങ്ങൾ വാദിച്ചു കൂട്ടിയതാ. നിങ്ങൾക്ക് തന്നെ ബോധമല്ലല്ലോ എന്തൊക്കെയാ പറഞ്ഞു വെച്ചു എന്ന്. 66, മക്ബറയുടെ മുകളിലിട്ട തുണിയുടെ തായ് ഭാഗം ചുംബിക്കാൻ പാടില്ല. നിങ്ങൾ കൊണ്ടുവന്ന വാദം അതിവിടെ. ചുംബിച്ചാൽ അത് സുജൂദാണെന്ന് തോന്നിപ്പോകും. അവിടെ തന്നെ നിങ്ങളൊരു വാദം കൊണ്ടുവന്നു. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ അമേരിക്കയിലാണ് ഔലിയാക്കന്മാരുള്ളത്, ഏഷ്യയിൽ തന്നെ ഇല്ല. കുത്തുബുൽ അഖ്താബാണല്ലോ ഓന്ത് പറയാൻ. 67ാമത്തെ വാദം. അതുപോലെ മഹാനായ തിരുപ്പനച്ചി ഉസ്താദിന്റെ വിഷയത്തിൽ നിങ്ങൾ എന്തൊക്കെ പറഞ്ഞു? അത് പറഞ്ഞാൽ ഒരുപാട് എണ്ണി പറയേണ്ടി വരും. 68, കൊടിമരത്തിൽ അവിടെ എത്തിയാൽ ഹജ്ജിന്റെ കൂലി എന്ന് പറഞ്ഞത് സുന്നി വിരുദ്ധ ആശയമാണ് എന്ന് നിങ്ങൾ പറഞ്ഞു. എന്തൊക്കെ ഉണ്ടാക്കിയെന്ന. 69, നമ്മൾ മശായിഖന്മാരുടെ ഹദറത്തിൽ നടത്തുന്ന കവ്വാലി ആക്ഷേപിച്ചവര് യമനിൽ ഉമർ ഹഫീലിന്റെ കവ്വാലിയെ ന്യായീകരിക്കുകയും ചെയ്തു. ഇതൊക്കെ എങ്ങനെ നിങ്ങൾക്ക് പറ്റല്? അതേപോലെ തന്നെ ആണും പെണ്ണും ഒരുമിച്ചിരുത്തൂല എന്ന് പറഞ്ഞ ആളുകൾ ഏറ്റവും ഒടുവിൽ പേരോടിന്റെ വാദം 70ാമത്തായി നമുക്കെണ്ണ. ആണും പെണ്ണും ഒരുമിച്ചിരിക്കുന്നതിന് കുഴപ്പമില്ല, പരസ്പരം കണ്ണു ചിമ്മിയാൽ മതിയെന്ന്. എത്രണ്ണായി? എത്രാം വാർഷികം ആഘോഷിച്ച്? 70ാം വാർഷികം. അതുകൊണ്ട് അവിടെ നിർത്തുക. 70ാം വാർഷികം നിങ്ങൾ ആഘോഷിക്കുമ്പോഴേക്ക് അടിസ്ഥാനപരമായും അതിൻ്റെ ശാഖാപരമായും 70, ഇനിയത് എണ്ണിയ ഒരുപാടുണ്ട്. 70ൽ നിർത്തുന്നത് 70ാം വാർഷികല്ലേ കഴിഞ്ഞത്. 70ഓളം വരുന്ന പരിശുദ്ധ സുന്നത്ത് ജമാഅത്തിന്റെ അടിത്തറക്ക് തന്നെ ബാധിക്കുന്ന വാദങ്ങൾ വാദിച്ചിട്ട് നിങ്ങൾക്കൊന്നും സംഭവിച്ചിട്ടില്ലാതോ? ഏത് മുസ്ലിയാരാണ് ആ പറഞ്ഞതെങ്കിലും മൂപ്പരെ കണ്ട ഒരു സ്പെഷ്യൽ ചായ വാങ്ങിക്കൊടുക്കണം.
കാരണം അത്രയും വ്യക്തമായ സത്യമല്ലേ മൂപ്പര് പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ വഹാബികളെക്കാൾ അപ്പുറത്തെത്തിപ്പോയിട്ടുണ്ട്.